ഹായ് ഹലോ, ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഒന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ പ്രസിദ്ധമായ തിരുവാരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ ചേച്ചിയുടെ വീട്. ചേട്ടൻ വർക്ക് ചെയ്യണതും ഈ അമ്പലത്തിൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. തിരുവാരാണിക്കുളം അമ്പലം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ പാർവതി ദേവിയുടെ നട കൊല്ലത്തിൽ 12 ദിവസമേ തുറക്കുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ നട അടച്ചിടും. ഈ 12 ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ദേവിയെ തൊഴുവാനായിട്ട്. ഇതാണ് ദേവിയുടെ നട, കണ്ടോ അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ചേച്ചിയും ചേട്ടനും കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. വീട്ടിൽ നിന്ന് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും പിന്നെ അമ്മാവന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വല്യമ്മയുടെ മോളാണ് കേട്ടോ. രണ്ടാമത്തെ വല്യമ്മയുടെ മോളാണ്. എൻ്റെ അമ്മയ്ക്ക് 2 ചേച്ചിമാരും 5 ചേട്ടന്മാരും ആണ് കേട്ടോ. അങ്ങനെ എൻ്റെ ചേച്ചിമാരിൽ ഇളയതാണ് കേട്ടോ ഈ ചേച്ചി. ശരിക്കും വിശ്വസിക്കാൻ പറ്റണില്ല, ചേച്ചിയുടെയും ചേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി എന്നുള്ളത്. അങ്ങനെ അവർ ഇനിയും കുറേ വർഷങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അല്ലേ. അപ്പോൾ അവർക്കൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നമുക്ക് എല്ലാവർക്കും കൊണ്ട് നേരാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മായിമാരാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. അമ്മാവൻ, ചേട്ടന്മാർ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് ലവ് മാരേജ് ഇവരുടെ ആയിരുന്നു കേട്ടോ. ഇവർ ലവ് മാരേജ് ആയിരുന്നു. ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ അമ്മാവന്മാരാണ് കേട്ടോ. എനിക്കപ്പോൾ 5 അമ്മാവന്മാരാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ചേട്ടന്മാരും ഇരുന്ന് കഴിക്കുകയാണ്. ഈ വന്നവരിൽ കൂടുതലും നമ്മളുടെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ ഉള്ളത്. കാരണം ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഇത്രയും മക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്. കണ്ണനും വിച്ചുവും ഇച്ചുട്ടനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ചേട്ടനും ചേച്ചിയും കൂടി ഒരു പ്രപ്പോസൽ സീനാണ്. അവരിപ്പോൾ 25 വർഷം കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്തിട്ടോ. ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചേച്ചിയുടെയൊക്കെ ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ വീടിനടുത്തുള്ള ചേച്ചിമാരും ഒക്കെ ആയിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അവരുടെ 25ാമത്തെ വാർഷികം എല്ലാവരും നല്ല ഗംഭീരാക്കി കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും ചേച്ചിയും ലവ് മാരേജ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അന്ന് ചേട്ടൻ ആ ചേച്ചിക്ക് അയച്ച ലവ് ലെറ്റർ ആണ് കേട്ടോ ഇത്. 1998 അയച്ച ലവ് ലെറ്റർ ആണ് കേട്ടോ ഇത് പിള്ളേരെല്ലാവരും കൂടി അങ്ങോട്ട് പൊക്കി. അപ്പോൾ അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കുകയാണത്. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.